ഇന്ന് കുറച്ച് പാല് കുടിക്കാം. വാടാ മോനൂസേ, ടോം ഉറങ്ങുക. അങ്ങനെ രക്ഷപ്പെടാൻ വരട്ടടാ. ഇന്ന് നിങ്ങൾ രണ്ടിനെയും ഞാൻ സൂപ്പാക്കും. കുഴപ്പമില്ലടാ. എടാ വാടാ, നമുക്ക് ആ പെട്ടിക്കുള്ളിൽ കയറിയിരിക്കാം. എടാ വാടാ, വേഗം വാ, കേറടാ. യവന്മാരിത് എവിടെ പോയി എന്നാലും. സാധനങ്ങളൊക്കെ ഏതായാലും കൊള്ളാളിയേ. ഇത് കണ്ടില്ലേ? പൊളി. അയ്യോ, ഇതെന്താ ആർക്കറിയാം? ഏതായാലും ഒന്ന് തുടച്ചു നോക്കാം. അയ്യോ എടാ, ഓടാൻ വരട്ടെ, പേടിക്കാതാ. ഇത് ഞാനാ ജീനി. കുട്ടിച്ചാത്തനോ? നല്ല ഒന്നാം തരം ജീനി കുടുംബത്തിലെ ഞാന്. നിങ്ങളാണല്ലോ എന്നെ രക്ഷിച്ചേ. ആലംബന ഹുസൂർ. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഒരു കുട്ടി അവന്റെ അണ്ടിയനിയനും എവിടെയാടാ? എവിടെയുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ കുഴപ്പത്തിലാണെന്ന്. ഞാൻ സഹായിക്കണോ? നമുക്ക് അവനെ പിടിച്ച് നട്ടോലിക്ക് ഇട്ട് കൊടുക്കാതെ. പവറൊക്കെ ഉപയോഗിച്ചിട്ട് കുറെ കാലായി. എന്നാലും ഒരുപാട് പവർ ഉണ്ട്. പവർ പിന്നെ എന്നെ എടാ പോടാ എന്നൊന്നും വിളിക്കരുത് കേട്ടോ. കാരണം ഞാൻ ഒന്നാം തരം ജീനി കുടുംബത്തിലെ ജീനു എന്ന് വിളിച്ചോ. ഇതേ തുടങ്ങി എന്റെ പവറൊക്കെ നിങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നേ? എന്റെ പോലെ എടാ, ഈ ടോമൊരിക്കലും താഴത്തില്ലടാ. എവിടെടാ എന്റെ പാല്? എന്റെ അമ്മച്ചി. എടാ, എന്റെ അമ്മച്ചി എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും ഈ കറക്കമൊന്ന് നിർത്തണേ. എന്റെ അമ്മച്ചി. തോമസ് കുട്ടി താഴത്തില്ല. 4 ഔട്ട് 5 ഔട്ട് 6 ഔട്ട്. എന്റെ തല ഔട്ട്. എടാ എങ്ങനെ ഉണ്ടായിരുന്ന പോലെയന്മാരെ എന്റെ പണി? ഇനി നിങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ പറന്നെത്തിക്കോളാം. അല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. എന്നോട് ചോദിച്ചാൽ എന്നെ മോചിപ്പിച്ചത്. എന്ത് ചോദിച്ചാലും നിങ്ങൾക്കൊരു വലിയ കൊട്ടാരം വേണോ? കൊട്ടാരൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എങ്ങനെ ഈ അവസ്ഥയിലായതെന്ന് പറയാ? ആരാ നിങ്ങളെ കുപ്പിയിലടച്ച വല്ല മന്ത്രവാദി? അതൊക്കെ ഒരു വലിയ കഥയാണ് എന്റെ അളിയ. പണ്ട് ഒരുത്ത എന്നെ ഇതിൽ അടച്ചിട്ടത്. ഇതാരുടെ കൈ കിട്ടിയാലും അത് കുഴപ്പം. ഈ വിളക്കങ്ങ് നശിപ്പിച്ചാൽ അളിയൻ പറഞ്ഞ ശരിയാ. നമുക്ക് ഈ വിളക്കങ്ങ് അടിച്ച് പൊട്ടിച്ചാലോ? പിന്നെ ഈ വിളക്ക് അതേ കൈ കിട്ടില്ലല്ലോ. വാട്ട് ആൻ ഐഡിയ സർജി. എന്നാ എനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കുകയും ചെയ്യാം. താങ്ക് യു. നമുക്ക് ഇത് അടിച്ചങ്ങ് പോയി. ഞങ്ങൾക്ക് ആ പെട്ടിയിൽ കേറാൻ തോന്നിയ പോടാ വന്നാണ്. എന്ന് തൊട്ടേ ഇവരെ കാണാൻ തുടങ്ങി. അന്ന് എന്റെ കഷ്ടകാലം തുടങ്ങി. ഇനി ജീനു എന്റെ സ്വന്തം. എടാ ജീനു, എമ്മാർക്കിട്ട് നല്ല പണി കൊടുക്കണം. സോറി കൂട്ടുകാർ, ഈ വിളക്ക് ആരുടെ കയ്യിലുണ്ടാവും? അവര് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റൂ? എനിക്ക് രാജയോഗം തന്നെ. ഇനി എന്താ വേണ്ടത്? മുന്തിരി. പൊട്ടിച്ചേട്ടൻ. ഇനി ഉണ്ടടാ കളികള്. കഴിഞ്ഞ പാർട്ടിയിൽ ഫ്രിഡ്ജിൽ നിന്ന് ഉണക്കമുന്തിരി എടുത്ത് തിന്നാൻ പോയ ജെറിയെയും അനിയനെയും ടോം തല്ലി ഓടിച്ചു. അങ്ങനെ അവരൊരു പെട്ടിക്കുള്ളിൽ കയറി ഒളിച്ചു. അപ്പോൾ അവിടെ ഒരു അത്ഭുത വിളക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്ന ജീനി അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ടോമിന് നല്ല ഒന്നാം തരം പണി തന്നെ കൊടുക്കുന്നു. ടോമിനെ അവർ പമ്പരം കറക്കുന്ന പോലെ കറക്കി അങ്ങനെ അവന്റെ പാത്രത്തിൽ തന്നെ ഇട്ട് അവനെ ഉരുട്ടി കൊണ്ടുപോയി. അവസാനം ടോമിനെ കൊണ്ട് തന്നെ പട്ടിച്ചേട്ടനിട്ട് നല്ലൊരു പണിയും കൊടുത്തു. പട്ടിച്ചേട്ടന്റെ അടുത്ത് തല്ലും മേടിച്ചു കൊടുത്തു. അങ്ങനെ അവര് ഫ്രണ്ട്സ് ആവുന്നു. ഈ വിവരങ്ങളെല്ലാം ടോം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടോം അവരുടെ കയ്യിൽ നിന്ന് ആ അത്ഭുത വിളക്ക് തട്ടിയെടുത്തതിന് ശേഷം ആ ജീനി അവന്റെ അടിമയാക്കുന്നു. അങ്ങനെ ടോം രാജാവിനെ പോലെ സുഖിക്കുന്നു. ബാക്കി കാണൂ. വിളച്ചിലെടുക്കല്ലേ. അയ്യോ ഇതെന്റെ വിളക്ക്. നീ പറയുന്നെല്ലാം ഞാൻ കേട്ടു. ഇനി ജീനു എന്റെ അടി. ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. പിന്നെ അതെ ഇവന്റെ സ്ഥാനം അതിനി എനിക്ക് വേണം. എനിക്ക് ആ വീട്ടിൽ കയറി പറ്റണം. എടാ ടോമേ, ഇനി ഞാനൊന്ന് മോണേ. ഇനി എനിക്ക് ആദ്യം പോയി ജ്യൂസ് കുടിക്കണം. ഞാൻ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കും. ഇതെന്തോന്ന് പറ്റിയ? ഏതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണം.
ഇത് തന്നെ ഐസ്ക്രീം പോയി തൽക്കാലം പാലൊടിക്കുക. എന്താണ് ജീനും നോക്കി നിൽക്കുന്നേ? നോക്കി നിൽക്കാൻ എന്റെ കാലം തിരുമടായി. വൃത്തികെട്ടവൻ അവരെന്താണ് സംസാരിക്കുന്നത്? ചെന്ന് നോക്കാം. കൂട്ടുകാരെ, വിളക്ക് ആരുടെ കയ്യിൽ? അവരെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു കാര്യം ചെയ്യാ, വിളക്കങ്ങ് തട്ടിയെടുക്ക്. ഒറ്റ തട്ട് തന്നുണ്ടല്ലോ. എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ എങ്ങനെയും ആ വിളക്കൊന്ന് അവന്റെ കയ്യിൽ നിന്ന് എടുക്ക്. എന്നിട്ട് നമുക്ക് എത്ര പണി വേണേലും അവന് കൊടുക്കാം. എനിക്കിനി ഇവരുടെ കൂടെ ജീവിക്കണമെന്നാ തോന്നുന്നു. എന്തെങ്കിലും ഐഡിയ കിട്ടു. തീറ്റ പണ്ടാരെ വന്ന് പിടിക്കാൻ നോക്കടാ എന്നെ. എടാ എന്താടാ? അയ്യാ പൊളി മക്കളായി. ഇനി ഞാൻ ഏറ്റി അവന്റെ കാര്യം. നമുക്കൊന്ന് കളിക്കാനുണ്ടടാ മോനെ. ജീനു ഹിയർ, നോ ഫിയർ. എന്നാലും ടോം എവിടെ പോയി? പിള്ളേരെ, ഞാനിപ്പൊ നല്ല ഹാപ്പിയാ. നിങ്ങൾക്ക് എന്ത് വേണേലും എന്നോട് ചോദിച്ചോ. എന്ത് വേണേലും ഞാൻ സാധിച്ചു തരാം. പറ. ഇനി നമുക്ക് സ്വതന്ത്രനാക്കിയാലോ? ചേട്ടാ പറഞ്ഞേ, ജീനു നീ ഒന്ന് സ്വതന്ത്രനായിക്കേ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെ നിനക്ക് കഴിയാം. ഇനി ഒരു പണി നീ എടുക്ക. താങ്ക് യു ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ സ്വതന്ത്രനായി. ആ ഡ്രസ് ഇട്ടിട്ട് 10 വർഷമായി. അറിയാം നിങ്ങൾക്ക്? ഇവർക്ക് കുറച്ചുകൂടെ ബിസ്ക്കറ്റ് കൊണ്ട്. ഇതാ പിള്ളേരെ പിടിച്ചോ. അയ്യോ അയ്യോ, അത് പൊളിച്ച്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യാൻ